ചില സിനിമകളുണ്ട് നമ്മൾ കണ്ടതായിരിക്കില്ല ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോഴുള്ള സിനിമയുടെ മീനിങ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള അത്തരത്തിലല്ലാത്ത സിനിമകളും ഉണ്ട്. ഇപ്പോൾ കോമ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അപ്പം അത് കോമയിൽ കിടക്കുന്ന ഒരാളുടെ മൈൻഡിൻ്റെ അകത്ത് നടക്കുന്ന ഒരു കഥയാണ് കോമ. ഏറ്റവും അവസാനം അയാൾ ആ കോമയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് ഈ പറയുന്ന മായിക ലോകം, നമ്മൾ ഇതുവരെ കണ്ട എല്ലാ കാര്യങ്ങളും ഇല്ലാതാവുകയും റിയാലിറ്റിയിലേക്ക് നമ്മൾ തിരിച്ചെത്തുകയും ചെയ്യുന്നു. സോഴ്സ് കോഡ് എന്നൊരു സിനിമ ഒരാളുടെ മൈൻഡിൻ്റെ അകത്ത് നിന്നും ടൈം ട്രാവൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് സോഴ്സ് കോഡ് എന്നൊരു സിനിമയിലെ ഒരു കഥ. അപ്പോൾ ഇതൊക്കെ മൈൻഡിൻ്റെ അകത്ത് നടക്കുന്ന ഒരു കഥ എന്ന ലെവലിൽ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളാണ്. ഈ സിനിമ അയൺ ഡോർസ് എന്ന് പറഞ്ഞ 2010 ഇറങ്ങിയ ഈ ഒരു സിനിമ എനിക്ക് ഭയങ്കര എങ്ങനെ ചിന്തിക്കണം എന്നറിയില്ല. ഇത് റിയാലിറ്റി ആണോ അല്ലെങ്കിൽ ഈ മനസ്സിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ഒരു പ്രതീകങ്ങളായിട്ട് കാണിക്കുന്ന കാര്യങ്ങളാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും എനിക്കത് ക്ലിയർ ആയിട്ടില്ല. ഒരുപാട് എക്സ്പ്ലനേഷൻ ആർട്ടിക്കിൾ ഞാൻ വായിച്ചു നോക്കിയെങ്കിലും യാതൊരുവിധ അറിവും എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ സിനിമയുടെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നമുക്ക് 2 വെബ്സൈറ്റുകൾ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു കണ്ണടകൾ സെല്ല് ചെയ്യുന്ന, സൺഗ്ലാസുകൾ സെല്ല് ചെയ്യുന്ന ഒരു വെഞ്ചർ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ലീഫ് ടീ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചായ ആയിട്ടുള്ള കൊളുക്കുമലയിൽ നിന്നുള്ള ഒരു ചായപ്പൊടി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ബാക്ക് ടു അവർ അയൺ ഡോർസ്. ഈ സിനിമയിലെ തുടക്കത്തിൽ ഒരു മാൻ, അതായത് സോ സീരീസിലെ 1ാമത്തെ സിനിമയിലെ അതേപോലെയാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നില്ല, അങ്ങനെ ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഉറക്കമെഴുന്നേൽക്കുന്ന ഒരു മാൻ. ഇദ്ദേഹം തലേ ദിവസം ഡ്രങ്കായിട്ട് ആകെ വഴി കിടന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഉറക്കത്തിൽ ബോധത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു എന്താ പറയുക, ഒരു 4 കൂടിയ ഒരു കോൺക്രീറ്റ് ഭിത്തിക്കുള്ളിലാണ് അദ്ദേഹം കിടക്കുന്നത്. കണ്ണു തുറന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ വലിയൊരു ഡോറുണ്ട്. നമ്മൾ ഈ ബാങ്കിൻ്റെ ഒക്കെ ലോക്കറില്ലേ, അതേപോലത്തെ ഒരു ലോക്കർ പോലത്തെ ഒരു ലോക്ക്. അങ്ങനെ ഇത് പലതവണ അയാൾ തിരിച്ചു നോക്കുന്നു, അദ്ദേഹത്തിന് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. ആ റൂമിൻ്റെ അകത്ത് ഒരു ചത്ത എലിയല്ലാതെ വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. അങ്ങനെ അദ്ദേഹം കൺഫ്യൂസ്ഡായി. എന്താ ഇപ്പോൾ ചെയ്യാമെന്നറിയാതെ അദ്ദേഹം ഒരുപാട് കറങ്ങി, ആകെ ചൂടെടുക്കുന്നു, സഫോക്കേഷൻ വരുന്നു. അങ്ങനെ ഭക്ഷണം ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന് സ്വന്തം മൂത്രം കുടിച്ചിട്ടും ഈ റാറ്റിൻ്റെ മേലെ, ഈ ചത്ത് കിടക്കുന്ന ഈ റാറ്റിൻ്റെ മേലെ വരുന്ന പുഴുക്കളെ ഭക്ഷിച്ചുമാണ് അദ്ദേഹം ദിവസം മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ 3 ദിവസത്തോളം അദ്ദേഹം ഇതിൻ്റെ അകത്ത് തന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നു. പിന്നെയാണ് അദ്ദേഹം കാണുന്നത് ഈ ഒരു അദ്ദേഹത്തിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റിൻ്റെ ഉള്ളിൽ ഒരു താക്കോൽ കിടക്കുന്നു. അങ്ങനെ ഈ താക്കോൽ എടുത്ത് അദ്ദേഹം തൊട്ടടുത്തേക്ക് നോക്കുന്ന സമയത്ത് അതിൻ്റെ അപ്പുറത്തൊരു വാർഡ്രോബ് കിടക്കുന്നുണ്ട്, ഒരു അയൺ വാർഡ്രോബ്. അങ്ങനെ അത് തുറന്ന് നോക്കുമ്പോഴാണ് അതിലൊരു ഗ്യാസ് കട്ടറും പാറയൊക്കെ കുത്തിപ്പൊട്ടിക്കുന്ന ഒരു ടൂളും കിടക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം അതെടുത്തിട്ട് ഒരുപാട് തവണ ഈ ഗ്യാസ് കട്ടർ കൊണ്ട് ഈ ഒരു വാതിൽ, ഈ ഒരു അയൺ ഡോറ് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അത് നടക്കുന്നില്ല. പിന്നെ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ഈ ചുമര് തുരക്കുക. ചുമര് ഇങ്ങനെ തുരന്ന് പോയി കഴിഞ്ഞാൽ എവിടെ എത്തുന്ന അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ ഇദ്ദേഹം ഈ ഒരു ഹാമർ എടുത്തിട്ട് ചുമരിങ്ങനെ കുത്തിപ്പൊളിക്കുകയാണ്. അങ്ങനെ കുത്തിപ്പൊളിച്ച് അതിൻ്റെ അപ്പുറത്തെ മറ്റൊരു ഭിത്തിയുടെ അപ്പുറത്തേക്ക് അദ്ദേഹം എത്തുന്നു. അങ്ങനെ ഇതിനുള്ളിൽ കൂടെ തലയൊക്കെ ഇട്ട് ബോഡിയൊക്കെ അതിനുള്ളിലേക്ക് കയറ്റി അതിനപ്പുറത്തേക്ക് അദ്ദേഹം ചാടി കിടക്കുമ്പോഴാണ് അദ്ദേഹം ഞെട്ടുന്നത്. വീണ്ടും ഒരു ഈ പറഞ്ഞ പോലെ ഇദ്ദേഹം ആദ്യം നിന്നിരുന്ന അതേ ഒരു റൂം പോലെ തന്നെ മറ്റൊരു റൂം. പക്ഷെ അവിടെ ഒരു കോഫിൻ കിടക്കുകയാണ്, ഒരു ശവപ്പെട്ടി കിടക്കുകയാണ്. ആ ശവപ്പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിലൊരു പെൺകുട്ടി. ഇനി ഇവർ തമ്മിൽ എങ്ങനെ ആ ഒരു അയൺ ഡോർ അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളതാണ് സിനിമ. കുറച്ച് ത്രില്ലടിക്കാൻ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വരെ ത്രില്ലടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് ഈ ഒരു സിനിമ പോകുന്നത്. ഒരു ആഫ്രിക്കൻ ലേഡിയാണ്, അപ്പോൾ അവൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ അവളെ കൺവിൻസ് ചെയ്തെടുക്കുക, അവളോടും കൂടെ പറയുക നമ്മളിങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്, നമ്മളിങ്ങനെ സഹായം വേണം, നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളതൊക്കെ ഈ ഒരു മനുഷ്യൻ, ഈ ഒരു മാൻ, ഈ ഒരു ഹീറോ ശ്രമിക്കുന്നതാണ് ഈ ഒരു കഥ. എന്നിട്ട് അവർ തമ്മിൽ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് സിനിമയുടെ എൻഡിലേക്ക് വരുന്നത്. പക്ഷേ ഇതിൻ്റെ എൻഡിങ് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. സത്യം പറഞ്ഞെങ്കിൽ ഒട്ടും മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ കൊടുക്കുക. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഇതാണ് എനിക്ക് ഏകദേശം മനസ്സിലായ കാര്യം. ഇവർ ഈ പറയുന്ന എന്തെങ്കിലും ഒരു കോമ പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മരണത്തിലേക്ക് കടക്കുന്ന ഏതെങ്കിലും 2 വ്യക്തികളായിട്ടോ ഒക്കെ ഒരു പ്രതീകങ്ങളായിട്ട് കാണിച്ചതായിരിക്കാം. പിന്നെ അവർ ലൈഫിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് ഈ ഒരു അയൺ ഡോറിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്ന് സിംബോളിക്കലി പറഞ്ഞതായിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിഷനിൽ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ പറയുക. ഒരുപാട് അവാർഡുകളൊക്കെ വാരി കൂട്ടിയ സിനിമയാണ്. നമ്മൾ ഈ സിനിമയുടെ പോസ്റ്റർ എടുക്കുമ്പോൾ തന്നെ കാണാം, കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ രണ്ടുപേരുടെ ആക്ടിങ് കിടലാണ്. പക്ഷേ ഒരു ത്രില്ല്, ഒരു ഫസ്റ്റ് ഹാഫിന് ശേഷം ഒരു ത്രില്ല് അങ്ങോട്ട് വരുന്നില്ല. 1.5 മണിക്കൂറുള്ളൂ പടം, പക്ഷേ അതിന് ശേഷം അങ്ങോട്ട് ത്രില്ല് മോഡിലേക്ക് അങ്ങനെ സിനിമ പോകുന്നില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയായിട്ട് വരാം. നമ്മുടെ ചായപ്പൊടിയുടെ കാര്യമൊന്നും മറക്കണ്ട. leafty.in എന്നൊരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് എടുക്കാം. നമ്മുടെ സൺഗ്ലാസിൻ്റെ കാര്യം മറക്കണ്ട. zelmay
coffeecoffee.com എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പം നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം. ഗൈസ്, സീ യു ഗൈസ്.